ശബരിമലയിൽ നടന്നിരിക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത കൊള്ളയാണെന്ന ഷിബു ബേബി ജോൺ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മോഷണം പോയത് എവിടെയെന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ദേവസ്വം ബോർഡ് കായംകുളം കൊച്ചിനുടെയും ഇത്തിക്കര പക്കിയുടെയും കൂട്ടമായി മാറിയെന്ന് അദ്ദേഹം പരിഹാസിച്ചു. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ പിന്തുണച്ച സംഘടനകൾ അഭിപ്രായം പറയണമെന്ന് ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടു. കാണാതെ പോയി 5 വർഷം കഴിഞ്ഞ് 6 വർഷമായിട്ടും അത് എവിടെയെന്ന് അന്വേഷിക്കാനോ കണ്ടെത്താനോ പോലും ഗവൺമെന്റോ ദേവസ്വം ബോർഡോ തയ്യാറായിട്ട്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണിയും ഇത്തിക്കര പക്കിയും എന്നുള്ള നിലയിലേക്ക് പ്രസിദ്ധമായ കള്ളന്മാരുടെ ഒരു കൂട്ടായ്മയായി മാറുന്ന കാഴ്ചയാണ്. ഒരു കാര്യം, എത്രയൊക്കെ അജണ്ട വഴിതിരിച്ചു വിടാൻ ഗവൺമെന്റ് ശ്രമിച്ചാലും ശരി, ഈ ഗവൺമെന്റിന്റെ പതനം ഈ ശബരിമലയിലെ ഈ മോഷണവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. വിവരങ്ങളുമായി വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഇത് എങ്ങനെയാണ് വികസിക്കുന്നത് ഈ പ്രശ്നം? അതെങ്ങനെയാണ് രാഷ്ട്രീയമായി പ്രതിഫലിക്കുന്നത്? സർക്കാരിനെ അത് പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? പ്രതിപക്ഷം അതിനെ എങ്ങനെയാണ് ഇപ്പോൾ വികസിപ്പിക്കാൻ, ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്? നിഷാദ്, ഇക്കാര്യത്തിൽ ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ദ്വാരപാലക ശില്പവും ഒപ്പം തന്നെ ശബരിമലയിലെ അതുമായി ബന്ധപ്പെട്ട പീഠവും ഒക്കെ കാണാതാകുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്വർണം പൂശാനായി മെയിൻ്റനൻസിനായി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് സ്വർണത്തിൽ അളവ് കുറയുന്നു, മൊത്തത്തിലുള്ള തൂക്കം കുറയുന്നു എന്നുള്ള ആരോപണങ്ങൾ ഒക്കെ ഉയരുകയും അത് ഹൈക്കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ പീഠം കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് ഉണ്ണികൃഷ്ണ പോറ്റി എന്നുള്ള സ്പോൺസറിന്റെ തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്നായിരുന്നു അത് കണ്ടെത്തുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വിവാദം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പം പൂർണ്ണമായും സ്വർണം പൂശിയത് അത് 1999 വിജയ് മല്യ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് പൂശിയതാണ്. അങ്ങനെയാണ് അത് പൂർണ്ണമായും സ്വർണം പൂശുന്ന നിലയിലേക്ക് വന്നത്. അതിനുശേഷം 2019 ദ്വാരപാലക ശില്പം വീണ്ടും അതിന്റെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്കായി പിന്നീട് ചെന്നൈയിലേക്ക് എത്തിക്കുന്നത്. അതിനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഇതിലാണ് നിലവിൽ സ്വർണത്തിന്റെ തൂക്കം കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ ഒക്കെ നേരത്തെ വന്നിരുന്നത്. അതിനുശേഷം ഇപ്പോൾ മഹസർ പ്രകാരം, അതായത് ഏതൊരു സാധനവും അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ശബരിമലയിലെ ഓരോ സാധനം കൊണ്ടുപോകുമ്പോഴും മഹസറിൽ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ചട്ടം. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതിന് പ്രത്യേക ബെഞ്ച് ഉൾപ്പെടെയുണ്ട് ശബരിമല കാര്യങ്ങൾ നോക്കാൻ. അവരുടെ നിർദ്ദേശപ്രകാരം ഒപ്പം തന്നെ ഈ മഹസർ ഹൈക്കോടതിയിൽ എത്തിക്കുകയും അത് പരിശോധിക്കാനുള്ള സംവിധാനം ഒക്കെ ഹൈക്കോടതിക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ. പക്ഷേ ഇപ്പോൾ മഹസർ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ഇത് 1999 ഈ വിജയ് മല്യ പൂശി നൽകിയ സ്വർണം, ദ്വാരപാലക ശില്പത്തിലെ സ്വർണം, അത് 2019 വീണ്ടും പൂശാൻ കൊണ്ടുപോയപ്പോൾ അത് ചെമ്പ് മാത്രമായിരുന്നു എന്നുള്ളതാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എവിടെ ഈ ബാക്കി സ്വർണം പോയി എന്നുള്ളത്? സ്വർണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. 2019 മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലയേൽപ്പിക്കുകയും അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ 3.5 കിലോ സ്വർണം കാണാനില്ല, 3.5 കിലോ സ്വർണ്ണമല്ല, ചെമ്പ് ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു വ്യക്തമായിരുന്നത്. ഏകദേശം 3 പവനോളം വരുന്ന സ്വർണ്ണമാണ് അതിനകത്തുണ്ടായിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. പക്ഷേ 1999 സ്വർണം പൂശിയ ഭാഗങ്ങൾ 2019 അത് സ്വർണമേ ഇല്ല എന്ന മഹസറിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടത് എങ്ങനെ എന്നുള്ളതാണ് ഈ പുതിയ വിവാദം. നമ്മളിപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം അതാണ് അതിൽ ഇപ്പോൾ വീണ്ടും ദുരൂഹത നിറയ്ക്കുന്നത്. ഏത് തരത്തിലാണ്, ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള കൃത്രിമമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത്. എന്നാലും നിലവിൽ ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയാണ്. ഹൈക്കോടതി തന്നെ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. അത് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തുള്ള അന്വേഷണം ഒക്കെ നടക്കുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പീഠവുമായി ബന്ധപ്പെട്ട ഭാഗം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാധാകൃഷ്ണൻ ദേവസ്വം തിരുവാഭരണം മുൻ കമ്മീഷണറോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ആർ ജി രാധാകൃഷ്ണൻ, ഇതിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? രാധാകൃഷ്ണൻ, കേൾക്കാമോ? ആർ ജി രാധാകൃഷ്ണൻ, കേൾക്കാമോ? ഇല്ല, ഞാനൊന്ന് വരാമേ, അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. വിജിൻ, ഗവൺമെന്റ് തന്നെ ഇതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന സംശയം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഗവൺമെന്റിനകത്ത് ഇപ്പോൾ ഇടപെടുന്നത് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോകുന്നത്? അടിമുടി ദുരൂഹമായിട്ടുള്ള നിലയിലാണ് ഓരോ വിവരങ്ങളും ഈ വിഷയത്തിൽ പുറത്തു വരുന്നത്. ദേവസ്വം, അതായത് ഈ തിരുവാഭരണം കമ്മീഷണറുടെ മഹസറിന്റെ പകർപ്പാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിട്ടത്. അതിലാണ് ഇക്കാര്യത്തിൽ ഇത് ചെമ്പായിരുന്നു 2019 കൊണ്ടുപോയത് എന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെങ്ങനെ ചെമ്പാകും എന്നുള്ളതാണ് ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഇത് 1999 തന്നെ പൂർണ്ണമായും സ്വർണം പൂശിയതാണ്. പിന്നെ എങ്ങനെ ഇത് ചെമ്പായി മാറി, മഹസറിൽ അങ്ങനെ ഒരു രേഖപ്പെടുത്തൽ എങ്ങനെ വന്നു എന്ന കാര്യത്തിലൊക്കെയുള്ള ദുരൂഹതയാണ് നിലവിൽ ഉള്ളത്. നേരത്തെ ഒരു സെക്കൻഡ് ശ്രീ ആർ ജി രാധാകൃഷ്ണൻ തിരുവാഭരണം മുൻ ദേവസ്വം കമ്മീഷണറോടൊപ്പം ഉണ്ട്. ശ്രീ ആർ ജി രാധാകൃഷ്ണൻ, ഈ സ്വർണം ഒരു തവണ പൂശിയത് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെമ്പായിട്ട് മാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അല്ല, കംപ്ലീറ്റ് ആയിട്ട് പൂശിയെന്ന് നിങ്ങളാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ അത് കംപ്ലീറ്റ് ആയിട്ട് പൂശിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ പോയപ്പോഴത്തേക്ക് അവിടെ എനിക്ക് എന്റെ കയ്യിൽ എനിക്ക് തന്നിട്ടുള്ളത് ഈ ചെമ്പ് പാളികൾ മാത്രമാണ്. ആ ചെമ്പ് പാളികളാണ് ഞാൻ സ്വർണം പൂശിച്ചിട്ട് വെയിറ്റ് നോക്കിയത്. ചെമ്പിന്റെയും സ്വർണത്തിന്റെയും പ്രത്യേകം തൂക്കം എടുത്ത് വെയിറ്റ് നോക്കി മഹസർ എഴുതി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെ അത് സ്വർണം പൂശിയിരുന്നതാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല റെക്കോർഡിക്കലി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയാണ്? സ്വർണം പൂശുക, സ്വർണം പൂശാനാണോ, ആദ്യമായിട്ട് സ്വർണം പൂശാനാണോ? അത് നിങ്ങൾക്ക് അറിയില്ല? അല്ല, അതിനകത്ത് ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ബോർഡ് ഇറക്കിയിരിക്കുന്ന 5/7/2019 ഇറക്കിയിരിക്കുന്ന ഓർഡറില് ഈ ദ്വാരപാലകരിലെ പൊതിഞ്ഞിരിക്കുന്ന ചെമ്പ് പാളികളെ ഇളക്കിയെടുത്ത് തിരുവാഭരണം കമ്മീഷണറെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അവിടുത്തെ ജീവനക്കാരുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തില് ഇതിനെ ഇളക്കിയെടുത്ത് തൂക്കി നോക്കി അതിന്റെ മഹസർ തയ്യാറാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണം പൂശുന്നതിനായിട്ട് ഏൽപ്പിക്കണമെന്നാണ് ആ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഉത്തരവ് പ്രകാരമാണ് ഇത് ചെന്നൈയിൽ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇത് നേരത്തെ പൂശിയതാണോ എന്ന കാര്യം അതിൽ വ്യക്തപ്പെടുത്തിയിട്ടില്ല. ഇല്ല, അതിന് ആ ഓർഡറിനകത്ത് അതൊന്നും പറയുന്നില്ല. എങ്കിൽ പിന്നെ ചെമ്പ് പാളി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഓർഡറിനകത്ത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന വ്യക്തമായിട്ട് അല്ല, 1999 ഈ പാളികളടക്കം സ്വർണം പൂശി കൊടുത്തിട്ടില്ലേ വിജയ് മല്യ? അത് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസിലുള്ളവർക്ക് അറിയാമോ എന്നുള്ളത് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല. പക്ഷേ ഈ ഉത്തരവ് കൊടുത്തിരിക്കുന്ന 5/7/2019 ഇത് ഇളക്കി കൊണ്ടുപോകാനായിട്ട് ഉത്തരവ് കൊടുത്തിരിക്കുന്നതിനകത്ത് ചെമ്പ് പാളികൾ ഈ ദ്വാരപാലകരിൽ പൊതിഞ്ഞിരിക്കുന്ന ചെമ്പ് പാളികളെ ഇളക്കിയെടുത്ത് തൂക്കം നോക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. പത്മകുമാറിന്റെ കാലത്തുള്ള ബോർഡ്. ഓക്കെ, അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും താങ്കൾക്ക് അറിയില്ല? ഇല്ല, അല്ല, ഈ ഓർഡർ പ്രകാരം അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക്. അതായിരിക്കുമല്ലോ അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഞാൻ ചെന്നൈ ചെന്നപ്പോഴത്തേക്ക് ഈ ചെമ്പ് പാളികളാണ് എന്റെ മുമ്പ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് സ്വർണം പൂശാനെന്നും പറഞ്ഞ്. അപ്പൊ അങ്ങനെയാണ് ഇത് ഞാൻ ചെമ്പ് തൂക്കി നോക്കിയതിന് ശേഷം ഇത് സ്വർണം പൂശാൻ കൊടുക്കുന്നതും സ്വർണം പൂശിയതിന് ശേഷം അത് തിരിച്ച് രണ്ടാമത് കൊണ്ടുവന്ന് തൂക്കി നോക്കുന്നതും ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നതും. മനസ്സിലായില്ലേ? എന്നിട്ടാണ് അത് മഹസർ എഴുതുന്നതും. അതാണ് അതിന്റെ യഥാർത്ഥ സംഗതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള സംഗതി അതാണ്. ഓക്കെ, അല്ല, ഇപ്പൊ ഇതിനകത്ത് നിന്ന് 4 കിലോയിലും സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്നു. അപ്പൊ അതിനെക്കൂടെ അതൊരു വ്യക്തതയുള്ള കാര്യമല്ല. അല്ല, അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഈ 4 കിലോ പോയിട്ടുള്ളത് ഇപ്പോഴും അതിന്റെ നിജസ്ഥിതി അറിയാൻ സാധിച്ചിട്ടില്ലല്ലോ. അതിൽ പ്രത്യേകിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശരി, അപ്പൊ താങ്കൾ ഇത് പരിശോധിക്കുന്നത് പ്യുവർ ചെമ്പാണ്, അല്ലാതെ ഈ സ്വർണം പൂശിയത് നഷ്ടപ്പെട്ടു പോയതിന്റെ ഫീലൊന്നും ഇല്ല? അതെ, ചെന്നൈയിൽ ചെല്ലുമ്പോൾ പ്യുവർ ചെമ്പാണ് എന്റെ മുമ്പ് കൊണ്ടുവച്ചിരിക്കുന്നത്. ശരി.